73 ഗാനം നമ്പർ 33, 34, 35, 36, 37 സംഘഗാനം. ഈ കുട്ടികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളായ സഹപാഠികളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നാട്യങ്ങളും സ്തുതിക്കുന്ന ഗീതങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന യുവത്വം എന്ന മൗലിക പ്രശസ്തമായ വിഷയമാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ആത്മസാരികളുടെ ചെറിയ ചെറിയ ലഹരിയുമാണ് പ്രചാരണത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത MDMA അടക്കമുള്ള വലിയ മയക്കുമരുന്നിന്റെ പിടിയിലാണ് ആദ്യം യുവത്വം. എന്തിനധികം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഇതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്ത വാർത്തകൾ വരെ നമ്മൾ കണ്ടത്. മദ്യത്തിന്റെ മണം, കുറച്ചിന്റെ കഞ്ചാവിന്റെ മണം, പാൻമസാലകളുടെ മണം, ഇതെല്ലാം തിരിച്ചറിയുന്നത് ശരിയായിരുന്നുവെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിറമോ മണമോ രുചിയോ വ്യത്യാസവും പോലും ഇല്ലാതെ വിദേശ നിർമ്മിത മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തെ കടന്നു കണ്ടിരിക്കുന്നു. ഒരു ഗ്രാം ശരീരത്തിലെത്തിയാൽ 12 മണിക്കൂർ വരെ, 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ പ്രത്യാഘാതത്തിലേൽക്കുന്ന മയക്കുമരുന്നുകളാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണി. സന്തോഷത്തിന് പിന്നാലെ പായുന്ന, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കുൽക്കൊള്ളങ്ങൾ തേടുന്ന കൂട്ടുകെട്ടിടയിലാണ് ആദ്യ യുവത്വം. ഇസ്ലാം മദ്യം നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആനും ഹദീസുകളെയും വകവെക്കാതെ മുന്നോട്ട് പോയതാണ് നമ്മുടെ സമൂഹത്തിനെ പറ്റി ഏറ്റവും വലിയ ആവശ്യം. മദ്രസകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുഞ്ഞുതലമുറകളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ മുമ്പിൽ ലഭിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ചിന്തിക്കണം, എന്താണ് എന്റെ വഴികാട്ടി ആ വിശുദ്ധ ഖുർആനിനോട് പറയാൻ കൽപ്പിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖൈസിറു വൽ ഐസിറു ഇന്നമൽ അൻസാമു വൽ അസ്ലാമു സുമി അമലി ശുൽബാനി ഫജ്നിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും പ്രതിഷ്ഠവും ചൂതാട്ടവും പ്രശ്നം വെച്ച് നോക്കാനുള്ള ജീവിതത്തിൽ മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾ വിജയം പ്രാപിക്കുക. അല്ലാഹുവിന്റെ മുത്തറസൂൽ നമ്മെ പഠിപ്പിച്ചത് മദ്യം ഒഴിവാക്കണം, കാരണം അവ എല്ലാ തിന്മകളുടെയും താക്കോലാണ്. മദ്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ നമ്മുടെ മുൻകാലന്മാരെ സ്വപ്നങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകും. അതിലുപരി സർവശക്തനായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ലക്ഷ്യം നേടണം എന്ന വിചാരം നമുക്കുണ്ടാവണം. അല്ലാഹു നമ്മുടെ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുവാനാകട്ടെ. ആമീൻ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.